Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ ആദ്യം സിലബസിന്റെ ഡീറ്റെയിൽ അനാലിസിസ് ചെയ്തു. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിക്വസ്റ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, എത്രത്തോളം ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട്. ദെൻ നമ്മൾ സിലബസ് കണ്ടിട്ടുണ്ടായിരുന്നു 40% FM അക്കൗണ്ടിങ്, 40% ലോ, ദെൻ 10% കമ്പ്യൂട്ടർ, 10% റിനയൻസൻസ്. സോ ഈ പറഞ്ഞ പോലെ തന്നെയാണോ ചോദ്യങ്ങൾ വരുന്നത്? എത്രത്തോളം ഏരിയാസിലോട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും? ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ 5 ചോദ്യങ്ങൾ വീതം ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോസ് നമ്മളിനി അടുത്ത ദിവസം മുതൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ഹൈ ക്വാളിറ്റി പ്രീമിയം ക്ലാസ്സസ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ ഏറ്റവും പ്രീമിയം ക്ലാസ്സസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഒരുപാട് ഏരിയാസ് ഡെപ്തിൽ കവർ ചെയ്യണം. സബ്ജക്ട് നോളേജ് ഉണ്ടാക്കണം, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ. അപ്പോൾ അവർ ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 40 ചോദ്യങ്ങൾ FM ആൻഡ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വന്നിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഡെപ്തിലുള്ള ചോദ്യങ്ങളാണ്. എല്ലാതും സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് മെജോറിറ്റി. ഇപ്പോൾ നോക്കിയേ, ആദ്യം അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ആ ചോദ്യങ്ങളുടെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. 4 ഓപ്ഷൻസ് തന്നിട്ടാണ്, കണ്ടോ, 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ് എന്നിട്ടാണ് തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ഇപ്പോൾ ഇതിനെക്കാട്ട് മുമ്പ് ജൂനിയർ അക്കൗണ്ടൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊക്കെ വരുമ്പോൾ 2 വരുന്നു ഉണ്ട്. ലെങ്തിയസ്റ്റ് ചോദ്യങ്ങളുണ്ട്, പക്ഷേ അതിനേക്കാളും ഡെപ്തിലാണ് ഇവിടെ. കാരണം ഇത് MCOM ബേസ്ഡ് ആണ്. MCOM മാത്രമല്ല, ക്വാളിഫിക്കേഷൻ കുറച്ചും കൂടി കൂടുതലല്ല. MCOM MBA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PG ആണ് വരുന്നത്. പിന്നെ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ അത്രത്തോളം നല്ല സാലറി ഉണ്ട്. അപ്പോൾ എക്സാമും നല്ല ഡിഫിക്കൽട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. കണ്ടോ, ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ടഫസ്റ്റ് ആണ്. സാധാരണ നമ്മൾ ഡിഗ്രി ബേസിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ, അക്കൗണ്ടിങ്ങിൽ നിന്ന്. ദെൻ കണ്ടോ, എല്ലാതും ഈ ലെവലാണ്. 3 അവിടെ കാണുന്നുണ്ട് പ്രോബ്ലംസ്. ഇതൊക്കെ പിന്നെയും ഡിറക്റ്റ് ചോദ്യങ്ങളുടെ ഒരു രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പ്രോബ്ലംസ്. ദെൻ LLP പാർട്ണർഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് 4 വരുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകണം. 4 ചോദ്യങ്ങൾ ഇവിടെ. പ്രോബ്ലംസിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ. നമ്മളെന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഡിസ്കസ് ചെയ്യൂട്ടോ നാളെ മുതൽ തന്നെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടോ, അഗെയിൻ അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 10, 4 ഓപ്ഷൻസ് ആണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പഠിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒക്കെ ഈ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഇത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ MCQ ഡിസ്കഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന രീതി അങ്ങനെയാണ്. ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചതിന് ശേഷം ഇത്രത്തോളം രീതിയിലുള്ള ടഫസ്റ്റ് MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ നിങ്ങളപ്പോൾ തന്നെ പഠിക്കും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ലൈവായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. മറ്റൊരു ചോദ്യം അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെ, കണ്ടോ, എല്ലാതും ഈ രീതിയിലാണ്. അപ്പോൾ ഈ ടഫ്നെസ് നമുക്ക് പ്രതീക്ഷിക്കാം. ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. കണ്ടോ, ഒക്കെ അത്യാവശ്യം നല്ല. അപ്പോൾ
ഈ പറയുന്ന MCOM കഴിഞ്ഞവർക്കൊരു എഡ്ജ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സബ്ജക്റ്റാണ്, ഒന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് 100 ആൻസർ ചെയ്യലല്ല, അറിയുന്നത് നന്നായിട്ട് വായിച്ച് ആൻസർ ചെയ്യുക. അതാണ് നമ്മുടെ എയിം. പലപ്പോഴും PSC എക്സാമിന് ഞാൻ എപ്പോഴും പറയുന്നൊരു ടിപ്പാണ്, അറിയുന്നത് പ്രോപ്പറായിട്ട് സമാധാനമായിട്ട് ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ശൈലി. ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി FM-ലത്തെ ചോദ്യങ്ങളാണ് പിന്നെ വരുന്നത് കേട്ടോ. 25 ചോദ്യങ്ങൾ അക്കൗണ്ടിങ് വന്നു, ബാക്കി ഇനി 15 ക്വസ്റ്റ്യൻസ് FM ആണ്. FM ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതൊക്കെ ശരിക്കും ഇത് ഡിറക്റ്റ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ്, അക്കൗണ്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കടുപ്പിച്ചത്. അപ്പോൾ ഡിറക്റ്റ് വരുന്നുണ്ട് ചില ഏരിയയിൽ നിന്ന്, അപ്പോൾ നമുക്ക് ഡിറക്റ്റും പ്രതീക്ഷിക്കാം. അപ്പോൾ ഒറ്റ കട്ട, ഫസ്റ്റ് കട്ട എന്ന് പറയുന്നത് FM ആൻഡ് അക്കൗണ്ടിങ്. അപ്പോൾ അതിൽ ഓരോ ഏരിയ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ മറ്റേ ഏരിയ കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അവരിടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്തത്. കണ്ടോ, FM അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ 40 ചോദ്യങ്ങൾ അക്കൗണ്ടിങ് FM ആണ്. ഇനി ലോയാണ് വരുന്നത്. ലോയിൽ ഒരുപാട് ലോ ഉണ്ട്. അതിൽ GST, അതുപോലെ തന്നെ കമ്പനി ലോ, ബിസിനസ് ലോ, ഇതൊക്കെ നമ്മൾക്ക് കോമേഴ്സുകാർക്ക് കുറച്ച് എഡ്ജ് ലഭിക്കുന്നതാണ്. അതല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ അക്കൗണ്ടിങ് FM 40%, പിന്നെ ബിസിനസ് ലോ, കമ്പനി ലോ, GST ഇതൊക്കെ കൂടി വരുമ്പോൾ അവിടെ അത്യാവശ്യം GST 10 മാർക്ക് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമേഴ്സുകാർക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഏരിയാസ് മാത്രമാണ് നമുക്ക് ലോയിലത്തെ തീരെ ടച്ച് ഇല്ലാണ്ട് വരുന്നത്. ഇതൊക്കെ ലോവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ലോ ഏരിയാസിൽ അപ്പോൾ നമുക്ക് അധികം ടച്ച് ഇല്ലാത്ത ഏരിയാസ് ഉണ്ട്. ഇപ്പം എല്ലാ ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യലല്ല, ഞാൻ പറഞ്ഞു. നമ്മുടെ അതിനുള്ള സമയം ഉണ്ടാവില്ല, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലല്ലോ. അതിനുള്ള ടൈമും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കണ്ടോ, ഇതൊക്കെ GST ഏരിയ. GST 10 മാർക്ക് കറക്റ്റായിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാത്ത പാർട്ടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. GST ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മാർക്സ്, ടോട്ടൽ 40-ൽ 10 മാർക്സ് GST ആണ്. അപ്പോൾ അത് വരുന്നു. അഗ്രികൾച്ചർ ഇൻകം കണ്ടോ ഏരിയ. ദെൻ പിന്നെ അങ്ങനെ ലാസ്റ്റ് ഏരിയ ഇതൊക്കെ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയും ഈ 40 മാർക്ക് ലോയിൽ ഡിറക്റ്റും സ്റ്റേറ്റ്മെൻറ്റും മിക്സാണ് വരുന്നത്. ശരിക്കും അക്കൗണ്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നല്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 80 ചോദ്യങ്ങൾ വരെ സബ്ജക്റ്റാണ്. പിന്നെ 10 മാർക്സ് കമ്പ്യൂട്ടറാണ്. ശരിക്കും അതിലൊക്കെ നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. കമ്പ്യൂട്ടറും പിന്നെ റിനൈസൻസും വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു എഡ്ജ് കിട്ടുന്നതാണ്. പിന്നെ ലാസ്റ്റ് റിനൈസൻസ് മലയാളം, റിനൈസൻസ് ആണ്. അത് പിന്നെ ഒരുപാടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കറക്റ്റ് അവർ ആ സിലബസ് തന്നെ നന്നായി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 40% എന്ന് പറയണത് അക്കൗണ്ടിങ് അതുപോലെ തന്നെ FM ആണ്. അക്കൗണ്ടിങ്ങിൽ നിന്ന് 25 അത് നല്ല ടഫസ്റ്റ് ചോദ്യങ്ങളാണ് ഇട്ടുണ്ടായിരുന്നത്. FM 15 ഡിറക്റ്റ് ചോദ്യങ്ങളാണ് ഇട്ടുണ്ടായിരുന്നത്. ലോയിൽ മിക്സ് ആണ് വന്നിട്ടുള്ളത്. GST ഒക്കെ ഡിറക്റ്റ് വന്നിട്ടുണ്ട്, കുറേയൊക്കെ ഡിറക്റ്റ് വന്നിട്ടുണ്ട്. അതല്ലാത്തത് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് അക്കൗണ്ടിങ് ആണ് ഇതിൽ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ലെങ്തിയസ്റ്റ് ചോദ്യങ്ങളുടെ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ 10 മാർക്സ് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ പിന്നെ 10 മാർക്സ് റിനൈസൻസ്. അപ്പോൾ ഇങ്ങനെ 100 ചോദ്യങ്ങളുടെ പാറ്റേൺ ഇതാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കും. ടൈം ടേബിൾ വെച്ച് പ്രോപ്പറായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. സോ അതിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വെറുതെ ലാസ്റ്റ് മൊമെൻറ്റിൽ പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താ, എല്ലാ എക്സാമിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും തരികിട പരിപാടി ചെയ്ത് എക്സാമിന് പോയിട്ട് എക്സാമുള്ളിരിക്കും. എന്നിട്ട് പറയും ഒന്നും പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിച്ചില്ല, ഇനി അടുത്ത പ്രാവശ്യം ആവാം. അങ്ങനെ ഒരു അവസരം കളയരുത്. നിങ്ങൾ വെൽ പ്ലാനോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഓരോ പ്രാവശ്യവും അതിൻ്റെ ഡെപ്ത് കൂടി വരാണ് ചെയ്യുക. നിങ്ങളെ കെണിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രൈ ചെയ്യുക. ബട്ട് നിങ്ങൾ അതിൽ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കണം. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാലും ഏറ്റവും നല്ല ചോദ്യങ്ങൾ പിക്ക് ചെയ്ത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരും ദിവസം ഈ 100 ചോദ്യങ്ങൾ, ഓരോ ദിവസം 5 ചോദ്യങ്ങൾ വീതം സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അനലൈസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓരോ ദിവസം നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ്, പിന്നെ ഡെയിലി MCQs നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരുപാട് കുട്ടികൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് സജഷൻസ്, എസ്പെഷ്യലി LLB ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്ന്, MBA ചെയ്യുന്നവർ, കൊമേഴ്സുകാരെക്കാൾ ഉപരി അവർ നല്ല ബുക്സിൻ്റെ സജഷൻസ് തരാൻ പറഞ്ഞിട്ടുണ്ട്. കൊമേഴ്സുകാർക്ക് ഒരു എഡ്ജ് ഉണ്ട്, ബട്ട് LLBക്കാരും കുറേ പേര് ഇത് എഴുതുന്നുണ്ട്. അപ്പം നല്ല ബുക്കുകൾ ഏതാണ്, പിന്നെ ഈ പറയുന്ന MCOM കഴിഞ്ഞവരാണെങ്കിലും കുറച്ച് ടച്ചൊക്കെ വിട്ടുപോയി, അപ്പോൾ ഓൾറെഡി അവർ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് തന്നെ മതിയോ, റെഫറൻസിന് വേണ്ടിയിട്ട് വേറെ ബുക്കുകൾ മേടിക്കണോ, പിന്നെ ഏത് തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും മാറ്റങ്ങൾ കൊണ്ടുവരണം ഈ പറയുന്ന പോസ്റ്റിലോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ ഓരോ സെപ്പറേറ്റ് വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആരംഭിക്കുന്നതാണ് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.